നമ്മൾ ഷോപ്പിൽ വന്ന ഫോണാണ് റെഡ്മി നോട്ട് 10T 5G. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഡിസ്പ്ലേ കംപ്ലൈൻ്റാണ്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വീണു, ഡിസ്പ്ലേ മൊത്തം പോയി. നമ്മളതിൻ്റെ ഡിസ്പ്ലേ മാറ്റുകയാണ്. ആകെ മൊത്തം അതിൻ്റെ ഉള്ളിൽ ഇലയിൽ മൊത്തം പശട്ട് ഒട്ടിച്ചു വീണു. അപ്പം അതിൻ്റെ ബാക്ക് പാനൽ ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ചെറുതായിട്ട് ലിക്വിഡ് ഇട്ടിട്ട് ചെറിയൊരു കോർണറിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയ സംഭവം നമുക്ക് കിട്ടും. ആകെ ഡിസ്പ്ലേ മൊത്തം പോയിട്ടുണ്ട്, ലൈന് വന്ന് നമ്മളതിൻ്റെ ബാക്ക് പാനൽ ഊരുക. ചെറിയൊരു ലിക്വിഡ് ഇട്ടിട്ട് സൈഡിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് കിട്ടിയ ഇതിന് മെയിനായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കളർ പോകാതെ സൂക്ഷിക്കണം. കളർ പോയാൽ പിന്നെ ഫോൺ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ചെറിയ കോർണറിൽ നിന്ന് എടുത്തിട്ട് മെല്ലെ നെയ്സ് കൈ കൊണ്ട് എടുത്താൽ മതി. അപ്പം അതിന് കളർ പോവില്ല. ഒരു കോർണർ കിട്ടിയ സംഭവം റെഡിയായി. അപ്പം നമുക്ക് അതിൻ്റെ കോർണർ കിട്ടിയിട്ടുണ്ട്. നെയ്സിൽ കൈ മെല്ലെ മെല്ലെ എടുക്കാം. അപ്പം നമ്മളൊരു സ്ക്രീൻ ഗാർഡിൻ്റെ കഷ്ണം കൊണ്ട് എടുത്തിട്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് നമുക്ക് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാം കിട്ടും. അധികം ഫോഴ്സ് കൊടുത്താൽ ഫിംഗർ പൊട്ടാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിച്ചെടുത്താൽ മതി. നമ്മളതിൻ്റെ ബാക്ക് പാനൽ മെല്ലെ മെല്ലെ ആക്കിയിട്ട് ബാക്ക് പാനൽ അങ്ങനെ ഊരി. അതിന് ബാറ്ററിയുടെ ഐഡിയിലൊക്കെ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ബാറ്ററി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ സ്ക്രൂ ഊരിട്ട് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാം. ഇതിൽ കുറേ സ്ക്രൂ വരുന്നുണ്ട്, ഊരി ഏകദേശം സമയം കൊടുക്കും. നമ്മളതിൻ്റെ അടിയിൽ നിന്ന് സ്ക്രൂ കാര്യങ്ങൾ ഊരിട്ട് സ്ക്രൂ ഊരുക. സൈഡിൽ നിന്ന് സ്ക്രൂ ഊരി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ ഊരാം. സിംട്ര എടുക്കുക, മെല്ലെ സിംട്രയുടെ സൈഡ് കൂടി ബാക്ക് ഡോർ നമുക്ക് അയക്കാം. നമ്മൾ അതിൻ്റെ ബാക്ക് ഡോർ ഊരി സൈഡിൽ സ്ക്രൂണിയുണ്ട്, റിമൂവ് ചെയ്തിട്ട് ക്യാമറയുടെ അടിയിലായിട്ട് വരുന്ന സ്ക്രൂ അത് സൂക്ഷിക്കണം. അതിനായിട്ട് ഫിംഗർ സൂക്ഷിക്കുന്നുണ്ട്. ഫിംഗർ പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാളി. നമ്മൾ ബാറ്ററി കണ്ടിട്ട് ഊരി ബാറ്ററി റിമൂവ് ചെയ്തു. ഡിസ്പ്ലേ ഊരി, ഡിസ്പ്ലേ അടിയിൽ മൊത്തം പശട്ട് ആകെ ഗോലാക്കിക്കണം. ഫുള്ള് പശ ഒട്ടിച്ചിട്ടുണ്ട്. നേരെ പോയി സർവീസുമാർ ചെയ്യണമെന്ന്. നമ്മളതിൻ്റെ മൊത്തം 4 ഭാഗം നമ്പർ ക്ലീൻ ചെയ്തിട്ട്, നമ്പർ ക്ലീൻ ആവണം. ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡസ്റ്റ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രസ്സിൽ ലൈന് വന്നാൽ പിന്നെ പോയി. അപ്പോൾ സൈഡിൽ 4 ഭാഗം ക്ലീൻ ചെയ്തിട്ട് ക്യാമറ ഒന്ന് തുടച്ചിട്ട് വേറെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഡിസ്പ്ലേ ഉള്ളത് RD എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ടാവും, ഇതിന് കംപ്ലൈൻറ്റ് വരാറില്ല. RD എന്ന കമ്പനി. അടിയത്തെ ആ സ്റ്റിക്കർ എടുത്തിട്ട് ഒന്ന് നമുക്ക് ഒട്ടിക്കാം. സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴാണ് ഏകദേശം നല്ല സാറായിട്ട് ടച്ച് കാര്യങ്ങൾ പക്കയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുക. നമ്മൾ ഏകദേശം ഒട്ടിച്ചു. നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഡിസ്പ്ലേ ചെക്ക് ചെയ്തിട്ട് മൊത്തം ശ്രദ്ധിക്കണം. അടിയിലൊരു ചെറിയ സ്ട്രിപ്പ് കൂടി വരുന്നുണ്ട് ചാർജിങ്ങിൻ്റെ ആ ഭാഗത്ത്. നമ്മൾ മൊത്തം ഫിറ്റ് ചെയ്ത് അടിയിലെ സ്ട്രിപ്പ് ടൈറ്റ് ആക്കിയിട്ട് മേലത്തെ സ്ട്രിപ്പ് ടൈറ്റ് ആക്കിയിട്ട് ബാറ്ററി ഒന്ന് ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ബാറ്ററി കണ്ടിട്ട് ഇട്ടു നമുക്ക് ഓണാക്കിയിട്ട് ചെക്ക് ചെയ്യാം എങ്ങനെ ഡിസ്പ്ലേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓണാക്കി, ചെറിയ ലൂസ് ഉണ്ട്. ഡിസ്പ്ലേ കാര്യങ്ങൾ ഓണാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങൾ
ഡിസ്പ്ലേ അങ്ങനെ ഓൺ ആയിട്ടുണ്ട്. എമർജൻസി കോളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങൾ വർക്കിംഗ് ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ഡിസ്പ്ലേ കാര്യങ്ങൾ പക്കയാണ്. നമുക്ക് പശ കൊണ്ട് ജസ്റ്റ് സൈഡ് കൂടി അതിൻ്റെ പശ ഒട്ടിക്കാം. സൈഡ് കൂടി നെയ്സിൽ പശ ഇട്ടാൽ മതി. അധികം പശ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കറവും പശ. അതാകുമ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരും. ചെറുതായിട്ട് പശ ഇട്ടാൽ മതി. ചെറിയൊരു പശ ഇട്ടിട്ട് 4 ഭാഗത്താക്കിയിട്ട് അടിയിൽ പശ ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ചെറിയൊരു പശ ഇട്ടോളൂ. അധികം പശ ഇട്ടാൽ പിന്നെ ആ സ്ട്രിപ്പിനോട് പശ ഉണങ്ങി കഴിഞ്ഞാൽ പ്രസ്സായി പിന്നെ ലൈന് വരും. അത് ശ്രദ്ധിക്കുള്ളൂ. 4 ഭാഗത്ത് പശ ഇട്ട് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ചെറിയ ഭാഗത്തുണ്ട്, സൈഡിൽ കുറച്ചുകൂടി പശ ഇട്ടിട്ട് നമുക്ക് ഡിസ്പ്ലേ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 4 ഭാഗത്ത് പശ നമ്മൾ ഇട്ടു. എല്ലാം കാര്യങ്ങളും ക്ലിയറാണ്. 4 ഭാഗം ക്ലിയറായിട്ട് പശ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഫ്രെയിമിലിട്ടിട്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഡിസ്പ്ലേ. ഇപ്പം ഫിറ്റ് ചെയ്യുമ്പോൾ അടിഭാഗം ശ്രദ്ധിച്ചാൽ മതി. അടിഭാഗത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ മേൽഭാഗത്ത്